ഹർഷനയ്ക്ക് ജോലി കിട്ടിയ ദിവസം മറ്റൊരു വാർത്ത കൂടി വരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. മരക്കഷ്ണമാണ് തുന്നിക്കെട്ടി വെച്ചത്. 2 മാസം കഴിഞ്ഞിട്ട് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലാണ് ഇത് കണ്ടെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഹർഷനയ്ക്ക് ഇപ്പോൾ നീതി ലഭിച്ചു എന്ന് നമ്മൾ പറയുന്നു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ഏറ്റവും ഒടുവിൽ ഈ ഒരു സംഭവം ഉൾപ്പെടെ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് നൽകിയാൽ മതിയാകും? ഇത് വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായിട്ടൊരു ചോദ്യമാണ്. പക്ഷേ ഇതിങ്ങനെ തന്നെ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കൊരു നിർദ്ദേശം തോന്നുന്നു. പുതിയ ഗവൺമെൻറ് എവിടെ നിന്നൊക്കെ റിസോഴ്സുകൾ സംഘടിപ്പിക്കാമെന്നുള്ള വലിയൊരു വ്യാകുലതയോടുകൂടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. എങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അതൊക്കെ എങ്ങനെ നടപ്പാക്കണം? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളും ഈ തടിക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം LPGയുടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ വളരെ വില കൂടിയിരിക്കുകയാണ്. വിറക് ഇപ്പം നടക്കുന്നുണ്ട് ശരിക്കും. വിറക് അന്വേഷിച്ചുള്ള ഒരു പരക്കം പാച്ചിൽ. നമുക്കിനി ഇതൊന്നും ആവശ്യമില്ലെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു വിചാര ലോകത്തു നിന്ന് നമ്മളിപ്പോൾ വിറക് അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ മരക്കഷ്ണങ്ങളും ഇതുപോലെ വിറകായിട്ട് ഉപയോഗിക്കാവുന്ന ഉരുപ്പടികളും ഒക്കെ കിട്ടാൻ ഈ സർജറി കഴിഞ്ഞ ആൾക്കാരുടെ ശരീരത്ത് നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ വൈദ്യശാസ്ത്രം, നമ്പർ 1 കേരളയുടെ മെഡിക്കൽ ശാസ്ത്രം പോകുന്നത്. പണ്ടൊരിക്കൽ DS അച്യുതാനന്ദൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ ലണ്ടനിൽ ചികിത്സയ്ക്ക് പോകുന്നത് ഇവിടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പോയാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലോ എന്ന് ഭയന്നാണ്. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ലണ്ടനിൽ പോയതെന്ന് അദ്ദേഹം പച്ചയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു. ഈ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ അവരെല്ലാം സേഫ്റ്റി തേടി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ 5 നക്ഷത്ര സൗകര്യമുള്ളതാണ്, മയോ ക്ലിനിക്കിലെ പോലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതാണ് എന്ന് നമ്മളെ പറഞ്ഞു പറ്റിച്ചിട്ട് അവർ അമേരിക്കയിലും ലണ്ടനിലും അതുപോലെ തന്നെ മോസ്കോയിലും ഒക്കെ ചികിത്സ തേടി പോവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇതാണ് സംഭവം നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായിട്ട് കെ മുരളീധരൻ ചാർജ് എടുത്ത ശേഷം ഒരു വലിയ സംഭവം നടന്നു. അതായത് ഹർഷീന എന്ന പെൺകുട്ടിക്ക് വയറ്റില് കത്രിക അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർജറി നടന്നിരുന്നു. ഇതിനെതിരെ ആ പെൺകുട്ടി വലിയ പ്രക്ഷോഭവും പരാതികളും ഒക്കെ കൊടുത്തിരുന്നു. വലിയ പരിഹാരമൊന്നും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ആരോഗ്യമന്ത്രി അവൾക്ക് ജോലി നൽകിയിരിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ് ജോലിക്ക്. ബലിപെരുന്നാളിന് 2 ദിവസം മുമ്പേ വലിയൊരു സമ്മാനം അവൾക്ക് ലഭിച്ചിരിക്കുന്നു. അവൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന വേദനയ്ക്ക് പകരം സന്തോഷവും ചിരിയുമായിട്ടാണ് മാധ്യമങ്ങളെ അവൾ കണ്ടത്. തീർച്ചയായിട്ടും ഇത് എത്ര പേർക്ക് നൽകാൻ കഴിയും? ഇത്തരം സംഭവങ്ങൾ ഇല്ലാതെ ആക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കലാണോ വേണ്ടത്? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നെടുമങ്ങാട് ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നേടിയ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയാണുള്ളത്. ജില്ലാ ആശുപത്രി ഉള്ളത് തിരുവനന്തപുരമാണ്. അപ്പോൾ ആ ആശുപത്രിയിൽ ചികിത്സ നേടിയ ആളിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയത് തടിക്കഷ്ണമാണ്. തടിക്കഷ്ണം അതിനായിട്ട് സർജിക്കൽ ഉപകരണമല്ല. നമുക്ക് പറയാം കത്രിക എന്നൊക്കെ പറയുന്നത് സർജിക്കൽ ഉപകരണങ്ങളാണ്. ഈ മരക്കഷ്ണം എന്തിനാണ് ഇട്ടത്? അതാണ് മനസ്സിലാവാത്തത്. അതെ, മരക്കഷ്ണം ഇട്ട് അദ്ദേഹത്തിന് കൂടുതൽ തടി ഉണ്ടാക്കാൻ വേണ്ടി, തടിയുടെ ഭാഗമാണല്ലോ മരക്കഷ്ണം. അങ്ങനെയാണോ ഡോക്ടർമാർ ഇങ്ങനെ ഒരു ചെയ്തു പോയതെന്ന് അത്ഭുതപ്പെട്ടു. ഇനി എന്തായിരിക്കും അവരിനി അടുത്തതായിട്ട് ഇരുമ്പ് കഷ്ണമായിരിക്കുമോ ഇനി അവർ അടുത്ത ഘട്ടമായിട്ട് പരിഷ്കരിക്കാൻ പോകുന്നത് സർജറിയെ എന്നെനിക്ക് ചിന്തയുണ്ട്. എന്ന് മാത്രമല്ല, ഹർഷീനയുടെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ സംഭവ പരമ്പരകൾ? എത്രയോ വർഷമായിട്ട് എത്രയോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം സർജറികൾ കേരളത്തിൽ നടന്നിരിക്കുന്നു. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പുന്നപ്ര സ്വദേശിയായിട്ടുള്ള ഉഷ ജോസഫ് എന്ന പെൺകുട്ടി, സ്ത്രീ, അവരുടെ വയറ്റിൽ നിന്ന് കത്രിക മാത്രമല്ല കണ്ടെത്തിയത്, ഫോർസെപ്സ് എന്ന് പറയുന്ന ആ മെഡിക്കൽ ഉപകരണം കൂടിയാണ്. ഫോർസെപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾ പിക്ക് ചെയ്തെടുക്കാനുള്ള സാധനം. ആ സാധനം കൂടി അവരുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തി. ഇത് രണ്ടും കൂടി ഹർഷീനയ്ക്ക് അത്രയും വേണ്ടി വന്നില്ല. അവൾക്ക് കത്രിക മാത്രമാണ്. ഇത് കത്രികയുടെ കൂടെ ഫോർസെപ്സും കൂടെ
19 വർഷക്കാലമാണ് ഇതും ചുമന്നുകൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീ നടന്നത്. സാർ, ജീവൻ തിരിച്ചു കിട്ടിയെന്നല്ലാതെ ഇന്ന് വരെ ഒരു ജോലി അവൾക്ക് കിട്ടിയതായിട്ട് നമ്മുടെ ഈ വാർത്താ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. പോയത് പോയി, അവളുടെ ആ 19 വർഷക്കാലത്തെ ആരോഗ്യം പോയി. ഇനി എന്താണ് അല്ല പറഞ്ഞത്? സാർ, ഇത് എല്ലാ സർജറികൾക്കും ശേഷം ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായി രേഖപ്പെടുത്തി വെക്കേണ്ട സാധനങ്ങളാണ്. അപ്പൊ ഈ സർജറി റൂമിലുള്ളവർ, ഈ ഡോക്ടർ, നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇവരൊന്നും ഇതൊന്നും ചെയ്യാതെയാണോ നടക്കുന്നതെന്നുള്ള, ഇത് നേരത്തെയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇവരൊക്കെ ഏത് രീതിയിലാണ്? നമ്മൾ പറയില്ലേ, കഞ്ചാവടിച്ചിട്ടാണോ കയറി ഇരിക്കുന്നതെന്ന് ചോദിച്ചു പോകുന്നത്. സാധാരണക്കാരന്റെ ജീവനാണ് ഇവരുടെയൊക്കെ കയ്യിലുള്ളത്. ആ ജീവന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഉത്തരം നമുക്ക് പരിഹാരമായിട്ട് അവസാനത്തേക്ക് മാറ്റിവെക്കാം. ഇതിപ്പോ ഞാൻ ഈ ഉഷ ജോസഫ് മാത്രമല്ല, അതുപോലെ 10ഓ 15ഓ പേരെ എനിക്ക് പറയാനുണ്ട്, അതുപോലെ കഷ്ടത അനുഭവിച്ചവര്. പക്ഷെ നമ്മൾ അതെല്ലാം പറയാൻ പറ്റില്ല. ചുരുങ്ങിയതൊരു 10 എണ്ണമെങ്കിലും നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിഹാരത്തിന്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വേറൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതും തിരുവനന്തപുരത്ത് തന്നെ, അദ്ദേഹത്തിന് ഒരു തരം കോസ്മെറ്റിക് സർജറിയാണ് ചെയ്തത് ഡോക്ടർമാർ. അത് ലിപ്പോസക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. അത് അവർക്കേ അറിയുള്ളൂ ആ ടെർമിനോളജിയുടെ ശരിയായിട്ടുള്ള അർത്ഥം. എന്തായാലും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അത്യാവശ്യമൊന്നുമല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഈ രണ്ടുപേര് നമ്മൾ പറഞ്ഞത് പാവപ്പെട്ട കുടുംബങ്ങളിൽ ഈ സർജറിയെക്കുറിച്ച് വളരെ വിവരങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും. ഇവിടെ അതല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അദ്ദേഹം എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് എന്തു സംഭവിച്ചെന്നറിയാം? സർജറിയുടെ ഫലമായിട്ട് സംഭവിച്ചത് കാർഡിയാക് അറസ്റ്റാണ്. ഹൃദയം നിലച്ചുപോയി. തിരുവനന്തപുരത്ത് നടന്ന ഒരു സർജറിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ പാലക്കാടും തലശ്ശേരിയിലും സമാനമായിട്ടുള്ള 2 സംഭവങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിൽ സർജറിക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ആംപ്യൂട്ടേഷൻ, അതായത് കൈ കാല് മുറിച്ചു മാറ്റുക എന്ന് പറയുന്നതാണ്. അതിൽ തലശ്ശേരിയിൽ സംഭവിച്ചത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് ആംപ്യൂട്ടേഷൻ നടത്തിയ ഭാഗം പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ മുഴുവൻ അത് ബാധിക്കും. ബാക്ടീരിയ വഴി പകരുന്നതാണ്. അതുവേ സംഭവം തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജ് പുതുതായി ഉണ്ടാക്കി. നമ്മുടെ അഭിമാനം, എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് എന്ന അഭിമാനം നമ്മൾ പൊങ്ങച്ചമായിട്ട് കൊണ്ട് നടന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൽ ആംപ്യൂട്ടേഷൻ, മുറിച്ചു മാറ്റിക്കളയുക, അതിൻ്റെ പോസ്റ്റ് സർജിക്കലായിട്ടുള്ള പരിചരണം വേണം. അത് നടത്താത്തതിൻ്റെ ഫലമായിട്ട് ഇതുപോലെ ശരീരം മുഴുത്ത് പഴുത്ത് വ്രണങ്ങളായിട്ട് മാറിയ സംഭവമുണ്ട്. ഇനി കുടശനാട്ട് ഒരു സ്ത്രീ, അത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അവർ ചികിത്സ അർത്ഥം വന്നത്. ഡോക്ടർ പറഞ്ഞു, അത് ഡയഗ്നോസ്റ്റിക് എററാണ്. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസറാണ്. അവിടെ പോയിട്ട് വലിയ ചെലവിൽ പുറത്താണ്, ആശുപത്രിക്കകത്ത് നടത്തില്ല, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അവർ പോയി, അവർക്ക് റിപ്പോർട്ട് കിട്ടിയത് അവർക്ക് ക്യാൻസർ ആണെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. അതിൻ്റെ ചികിത്സയങ്ങ് തുടങ്ങി. എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി, വലിയ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ശക്തിയേറിയ മരുന്നുകൾ വലിയ വില കൊടുത്ത് അവർ വാങ്ങിച്ചു ചികിത്സിച്ചു. അവസാനം തെളിഞ്ഞു ഈ സ്ത്രീക്ക് നടത്തിയിരിക്കുന്ന സ്കാൻ റിപ്പോർട്ട് വ്യാജമാണ്, തെറ്റാണ്. അവർക്ക് അങ്ങനെ ഒരു അസുഖമില്ല. ഡോക്ടറും സ്കാനിങ് സെന്ററും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഇരയാണ് കുടശനാട്ടുള്ള ആ സ്ത്രീ. തനിക്ക് ക്യാൻസർ ഇല്ലാതിരുന്നിട്ടും അതുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വ്യാജമായിട്ട് നൽകി സ്കാനിങ് സെന്ററിൽ നിന്ന് കൂടുതലായിട്ടുള്ള കൈക്കൂലി വാങ്ങിക്കാൻ ഡോക്ടർ ശ്രമിച്ച സംഭവം. എന്ത് നഷ്ടപരിഹാരം അവർക്ക് കിട്ടിയെന്ന് ഇതുവരെ മാധ്യമങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഒരു 46 വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്ക് വയറുവേദന ഇങ്ങനെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവർക്ക് ചികിത്സ നൽകി. അവസാനം അവരോട് പറഞ്ഞു അവരുടെ യൂട്ടറസ് അറിയാമല്ലോ, യൂട്ടറസ് എന്ന് ഗർഭപാത്രം മാറ്റി വയ്ക്കുക എന്നുള്ളൊരു ചികിത്സയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ചികിത്സ ചെയ്തു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം? അവരുടെ യൂറിനറി ബ്ലാഡറിൽ മുറിവേൽപ്പിച്ചു. ഈ യൂട്ടറസിൽ ചെയ്ത ശസ്ത്രക്രിയ കയറി ചെയ്തത്
യൂറിനറി ബ്ലാഡറിലും കൂടിയാണ്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിത്യവും ഛർദിയും അതുപോലെ തന്നെ മൂത്രം, അറിയാമല്ലോ, യൂറിനറി ബ്ലാഡർ വഴിയാണ് പോകുന്നത്. നിയന്ത്രണമില്ലാത്ത മൂത്രമൊഴിപ്പുമായിട്ട് അവരിന്നും ജീവച്ഛവമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പറയാം, കോഴിക്കോട് അതുപോലെ തന്നെ ഇതേ സംഭവം തന്നെ 60 വയസ്സുള്ള ഒരാളിലും സംഭവിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതുപോലെ തന്നെ ഐസിയുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണത് തന്നെ ഐസിയുവിൽ കടന്ന ഒരു പെൺകുട്ടിയെ അവിടുത്തെ ജീവനക്കാരൻ, CPM പിന്തുണയുള്ള ജീവനക്കാരൻ പീഡിപ്പിച്ചു. ലൈംഗികമായിട്ട് അവരെ, മരണാവസ്ഥയിൽ കിടക്കുന്ന ആളാണ് ഐസിയുവിലുള്ളത്, പീഡിപ്പിച്ചു. ഇടതുപക്ഷ യൂണിയനുകൾ അയാൾക്കൊപ്പം നിന്ന് അയാളെ രക്ഷിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം പോകണ്ടേ? ഇടതുപക്ഷം ചെയ്ത തെറ്റുകൾ തിരുത്താനാണെങ്കിൽ. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ കോവിഡ് കാലത്ത് ആംബുലൻസിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. ആ പെൺകുട്ടിയെ അതിൻ്റെ ഡ്രൈവർ തന്നെ ബലാത്സംഗം ചെയ്തു. കോവിഡ് രോഗിയെ ബലാത്സംഗം ചെയ്തു. എന്തൊരു നാണക്കേട്! പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി, നമ്മളറിയാം, തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ ഇടത് കൈയിൽ ശസ്ത്രക്രിയ നടത്തേണ്ടതിന് പകരം വലത് കൈയിൽ ശസ്ത്രക്രിയ നടത്തി. ആ കുട്ടിയുടെ ചിത്രവും പത്രങ്ങളിലെല്ലാം വന്നത് നമ്മൾക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഇതുപോലെ പരമ്പരകളായിട്ട് നടന്ന ഈ മെഡിക്കൽ വിഭാഗത്തിൻ്റെ ഇത്തരം ക്രൂരതയ്ക്കും ശ്രദ്ധയില്ലായ്മയ്ക്കും ഇരയായിട്ടുള്ള ഓരോരുത്തർക്കും ഇതിനുള്ള നഷ്ടപരിഹാരം കിട്ടണം. അവർക്കും ഇതുപോലെ ഗവൺമെൻറ് ജോലി കിട്ടണം, കാരണം കോമ്പൻസേഷനായിട്ട് കിട്ടണം. പക്ഷേ അവിടം കൊണ്ടും പിന്നെ പ്രജിത ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം എന്താണ്? കാരണമെന്ന് പറഞ്ഞാൽ പൊങ്ങച്ചത്തിന് വേണ്ടി മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുക, അതിന് ആവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുക്കാതിരിക്കുക. ഇത് തന്നെയാണ് ഒരു പക്ഷേ പ്രജിത ഓർക്കുന്നുണ്ടാവും. അവിടെ തിരുവനന്തപുരത്ത് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ, അതായത് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന അതിൻ്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ പറഞ്ഞത്, എനിക്ക് വളരെയധികം വേദന തോന്നുന്നു, കാരണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സർജറി നടത്തണമെങ്കിൽ രോഗികൾ കൊണ്ടുവരണ ഉപകരണം മെഡിക്കൽ കോളേജിലില്ല. പൊങ്ങച്ചമ്പറത്തിലും തള്ളലും മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും ഭേദപ്പെട്ടത്, ബാക്കി എല്ലായിടത്തും ഇതിലും മോശമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ ആവശ്യത്തിന് വേണ്ട സ്റ്റാഫില്ല. രണ്ടാമത്തെ കാര്യം, ഉള്ള സ്റ്റാഫ് ഓവർ വർക്ക്ഡാണ്. ഇനി മൂന്നാമത്തെ കാര്യം, വേണ്ടത്ര പരിശോധന നടത്തുന്നില്ല. ഈ ഡോക്ടർമാർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ഡോക്ടർമാരിൽ ചിലർ വന്ന് ഒപ്പിട്ട ശേഷം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ, ആശുപത്രികളിൽ പോയിട്ട് ചികിത്സ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ഇതിനപ്പുറം നാലാമത്തെ കാരണം, ഈ ഡോക്ടർമാർക്ക് പലർക്കും ആശുപത്രിയിൽ വന്ന് ചികിത്സ ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് നല്ലപോലെ പണം കൊടുക്കുന്ന പണക്കാരായിട്ടുള്ള രോഗികൾ വീട്ടിൽ വന്ന് ചികിത്സ നേടുന്നു. ഇപ്പം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ആ കാര്യത്തിലൊരു നിയന്ത്രണമുണ്ട്. അതുപോരാ, ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരൊറ്റ ഡോക്ടറും ഗവൺമെൻറ്റിൻ്റെ ശമ്പളം, നമ്മുടെ നികുതി പണം കൊടുത്താണ് ഇവർ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു വളർന്നിട്ട് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഡോക്ടറും പ്രൈവറ്റായിട്ട് വീട്ടിലാളെ വരുത്തി ചികിത്സിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ആളുകൾ പറയുന്നത് എന്താ, അപ്പോൾ അവർക്ക് നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കാനുള്ള അവസരം വേണ്ടേ? നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികൾ ധാരാളം ഉണ്ടല്ലോ, അവിടെ പോകാമല്ലോ. ഈ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ നിങ്ങൾക്ക് പണമുണ്ട്, അതുകൊണ്ട് മികച്ച ചികിത്സ കിട്ടും. പണമില്ലാത്തവന് ഇങ്ങനെയുള്ള അശ്രദ്ധകളും പഞ്ഞിയും അതുപോലെ തന്നെ കത്രികയും അതുപോലെ തന്നെ ഫോർസെപ്സും തടിക്കഷ്ണവും അവരുടെ വയറ്റിലാകാവുന്നു. അത് മാറ്റണ്ടേ? അത് അനീതിയല്ലേ? സാമൂഹികമായ അനീതിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിക്കോ, അവിടെ പോയി കടന്നോ, AC മുറികളും കിട്ടും, എല്ലാം കിട്ടും, അതാരും ചോദിച്ചില്ല. പക്ഷെ ഡോക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിയമിതനായിട്ടുള്ള വ്യക്തി ഗവൺമെൻറ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ പ്രൈവറ്റായിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രത വരുമ്പോഴാണ് ഈ രോഗികളെ, ഗവൺമെൻറ് ആശുപത്രികളിലെ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാതെ ബന്ധപ്പെട്ട് ഓടിപ്പോകുന്നത്. അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കണം. അവർ മര്യാദയ്ക്ക് അവരുടെ ജോലി ചെയ്യണം. വേറെ പ്രൈവറ്റ് ചികിത്സയ്ക്ക് പോകുന്നാൽ അതിലേക്ക് ശ്രദ്ധ പോകരുത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത് എത്ര വലിയ ശക്തമായിട്ടുള്ള യൂണിയനുകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ കടന്നുകൊണ്ട് ഇത് തീർപ്പാക്കാനുള്ള, ഇതിൽ തീരുമാനമെടുക്കാനുള്ള ഇച്ഛാശക്തി തീർച്ചയായിട്ടും പുതിയ ആരോഗ്യമന്ത്രിക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഹർഷിനയിൽ മാത്രം ഒതുങ്ങാതെ ഈ രംഗത്തുള്ള എല്ലാ തരത്തിലുള്ള ശ്രദ്ധക്കുറവിനും അതുപോലെ തന്നെ നമ്മുടെ ഉപകരണക്കുറവിനും പണക്കുറവിനും ഉള്ള പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകണം. ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ വകുപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ജീവൻ പ്രധാനമാണ്, ഏറ്റവും വൈറ്റലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് കെ മുരളീധരന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു ഹർഷീനയിൽ ഒതുക്കി കയ്യടി വാങ്ങിയിട്ടോ പുളകം കൊണ്ടിട്ടോ യാതൊരു കാര്യവുമില്ല. തന്നെയല്ല, പല ജാതി മതസ്ഥരായിട്ടുള്ള പല ഇരകളുമുണ്ട്. അവർക്കെല്ലാം മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ വിവേചനമില്ലാതെ തന്നെ നീതി കിട്ടണം.
അപ്പോഴേ നിങ്ങൾക്ക് മതേതരമെന്ന് അവകാശപ്പെടാൻ കഴിയുള്ളൂ. ആസ് എ മുന്നണി, ആസ് എ ഫ്രണ്ട്, ഡെമോക്രാറ്റിക്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ആൻഡ് സെക്യുലർ ഫ്രണ്ട്.